ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും അക്കാഡമിക് സ്പേസിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ശിവകേശവ്. ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം എടുത്തോളൂ, അതിപ്പോൾ PSC ആണെങ്കിലും ശരി, SSC CGL CHSL ആണെങ്കിലും ശരി, ഏതൊരു ക്വസ്റ്റ്യൻ ആണെങ്കിലും, ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിലും അതൊരു കലണ്ടർ ക്വസ്റ്റ്യൻ ഉറപ്പാണ്. ഇപ്പോൾ PSCയുടെ ഡിഗ്രി മെയിൻസ് ക്വസ്റ്റ്യനുകളിൽ പോലും ഏതൊരു കഴിഞ്ഞ 3-4 മെയിൻസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് പരിശോധിച്ച് നോക്കൂ, അതിൽ ഒരു കലണ്ടർ ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ അങ്ങനെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അല്ലേ. ഒരു മാർക്ക് നമുക്ക് ഈസിലി നമ്മുടെ സ്കോർ കാർഡിലേക്ക് കൂട്ടാൻ സാധിക്കുന്ന ഒരു പോർഷനാണ്. സോ അങ്ങനെ ഒരു പോർഷൻ കൃത്യമായിട്ട് പഠിക്കാതെ പരീക്ഷയ്ക്ക് പോകുന്നത് ഒരു ആനമണ്ടത്തരമല്ലേ? കാരണം ഒരു പരീക്ഷയാകുമ്പോൾ, ഒരു പരീക്ഷയ്ക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് ഒത്തിരിയധികം അനിശ്ചിതത്വങ്ങൾ, ഒത്തിരിയധികം പ്രഷർ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ. ചിലപ്പോൾ നമുക്ക് പോകുന്ന വണ്ടി ലേറ്റ് ആകാം, നമ്മൾ ഇരിക്കുന്ന ചെയർ കുലുങ്ങുന്നതായിരിക്കാം, ബെഞ്ചിൽ ഹോൾസ് കാണാം, അല്ലെങ്കിൽ ക്ലാസ്സിൽ ഫാൻ കാണില്ല, ഇലക്ട്രിസിറ്റി കാണില്ല, അങ്ങനെ കുറേയധികം പ്രശ്നങ്ങൾ കാണാം. സോ അങ്ങനെ പ്രശ്നങ്ങൾ ഇരിക്കുമ്പോൾ ചിലപ്പോൾ ഷോർട്ട് കട്ട്സ് മാത്രം പഠിച്ച് നമ്മൾ ഒരു കണക്ക് ചെയ്യാൻ പോവുകയാണെങ്കിൽ അത് തെറ്റിയാൽ പോലും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കത്തില്ല അല്ലേ. സോ അക്കാഡമിക്സിന്റെ മറ്റ് ക്ലാസ്സുകൾ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും, നമ്മൾ ഒരിക്കലും ഷോർട്ട് കട്ട് മാത്രം സെല്ല് ചെയ്യുന്ന ഒരു സംഗതിയല്ല. നമ്മൾ കൃത്യമായിട്ട് അതിന്റെ ലോജിക്ക് കൂടി പറഞ്ഞു കൊടുക്കും. കാരണം ലോജിക്ക് അറിയുന്നവന് മാത്രമേ ഷോർട്ട് കട്ട് കൊണ്ട് ഗുണം ഉണ്ടാവുകയുള്ളൂ. ഈവൻ ഇഫ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷോർട്ട് കട്ട് മറന്നു പോവുകയാണ് എങ്കിൽ ലോജിക്ക് വെച്ച് നമുക്ക് തിരിച്ചെത്തണ്ടേ. സോ അതുകൊണ്ട് കലണ്ടറിന്റെ ഷോർട്ട് കട്ട് മാത്രമല്ല, നമ്മൾ ലോജിക്ക് കൂടി ഒന്ന് പറഞ്ഞു തന്നതിന് ശേഷം ഒരു ഈസി ഷോർട്ട് കട്ട് കൂടി നിങ്ങൾക്ക് ഇട്ടുതരും. രണ്ടും പഠിക്കണം, രണ്ടും പഠിച്ചതിന് ശേഷം, രണ്ടും മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഷോർട്ട് കട്ട് യൂസ് ചെയ്യാം. കാരണം ആവശ്യത്തിന് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഷോർട്ട് കട്ട് മറന്നു പോകത്തില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷോർട്ട് കട്ട് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് ലോജിക്ക് കൂടി അറിയണം. സോ ആ ലോജിക്കിൽ ഊന്നി നിന്ന് ഷോർട്ട് കട്ട് പറഞ്ഞു തരാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി തരുന്നത് കേട്ടോ. സോ നമുക്കിനി താമസിപ്പിക്കേണ്ട, നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം. സോ കലണ്ടർ നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ. ഞാൻ ഇപ്പോഴേ ഒരു ഹെഡ്സപ്പ് തരാം. ഈ ഒരു ക്വസ്റ്റ്യൻ കലണ്ടറിന്റെ ഏത് ക്വസ്റ്റ്യൻ ചെയ്യാനും ആകെ അറിയേണ്ട രണ്ട് സംഗതി. ഒന്ന്, ഡിവൈഡ് ചെയ്യാൻ അറിയണം. ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ എന്താണ് എന്ന് മനസ്സിലാക്കാൻ അറിയണം. രണ്ടൊന്നും ആഡ് ചെയ്യാൻ അറിയണം. ഈ രണ്ട് സംഗതി ഉണ്ടെങ്കിൽ നമുക്ക് ഈസിലി ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഞാൻ എഴുതി ഒപ്പിട്ടുതരാം ഏത് ക്വസ്റ്റ്യൻ. പക്ഷെ അതിന്റെ പുറകിൽ കുറച്ച് ലോജിക് ഉണ്ട്. ആ ലോജിക് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ ഭയങ്കര സില്ലി ആയിട്ട് കരുതുന്നതായിരിക്കാം. അപ്പോൾ എല്ലാം നമുക്കൊന്ന് പറഞ്ഞു പോകാം. ഓക്കെ, ഫൈൻ. സോ നമുക്കൊരു കലണ്ടർ എടുക്കുകയാണെങ്കിൽ ആ കലണ്ടറിലെ ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ് എന്തായിരിക്കും? ഡേ ആണ് അല്ലേ. ഒരു കലണ്ടറിലെ ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ് ഡേ ആണ്. 7 ഡേയ്സ് കൂടുമ്പോഴാണ് ഒരു വീക്ക് വരുന്നത്. ഇനി ഡേ, വീക്ക് കഴിഞ്ഞാൽ കലണ്ടറിലെ അടുത്ത യൂണിറ്റ് എന്താണ്? മന്ത് ആണ് അല്ലെ. മന്ത്സ് ആണ്. ആൻഡ് ദെൻ അടുത്ത യൂണിറ്റ് എന്താണ്? ഇയർ ആണ്. സോ 4 യൂണിറ്റ് ഉണ്ട് നമുക്ക് പൊതുവെ എന്ന് പറയാം അല്ലെ. 4 യൂണിറ്റ് ഉണ്ട് പൊതുവെ. ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ് ഡേ ആണ്. 7 ഡേയ്സ് കൂടുന്ന സമയത്താണ് നമ്മൾ ഒരു വീക്ക് എന്ന് പറയുന്നത് അല്ലെ. ആൻഡ് മന്ത് എന്ന് പറയുമ്പോൾ there can be 28 days. കണ്ടോ, there can be 29 days or there can be 30 days or there can be 31 days. ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ 30-31 ദിവസം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അങ്ങനെയല്ല. ലോജിക്കലി ചിന്തിക്കുക. ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ വരുന്നെങ്കിലോ ചിന്തിച്ചു നോക്കിയേ. ലോജിക്കലി ചിന്തിക്കുമ്പോൾ ഒരു മന്ത് എന്ന് പറയുമ്പോൾ അത് 28 ദിവസമാകാം, 29 ദിവസമാകാം, 30-31 ദിവസമാകാം. സോ 4 ഓപ്ഷൻസ് ആണ്, അല്ലെങ്കിൽ 4 പോസിബിലിറ്റീസ് ആണ് ഒരു മന്തിന്റെ ഡേയ്സിൽ അല്ലേ. സോ ഇതൊക്കെ അറിയുന്ന കാര്യങ്ങളാണ്. ഞാൻ കൂടുതൽ വാചകം അടിക്കുന്നില്ല. ദെൻ ഇയർ ആണ് വരുന്നത് അല്ലെ. ഇയർ 2 തരമുണ്ട്. നോർമൽ ഇയറും ഉണ്ട്, ലീപ്പ് ഇയറും ഉണ്ട്. ഫൈൻ, ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഇനി നോർമൽ ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 365 ദിവസങ്ങളാണ് ഉള്ളത് അല്ലെ. എന്നാൽ ലീപ്പ് ഇയർ എന്ന് പറയുമ്പോൾ അവിടെ 366 ദിവസമാണ്. ഈ 366 കാരണം എന്താണ്? ഇവിടെ ഫെബ്രുവരിയിൽ 29 ദിവസമുണ്ട്. സാധാരണ ഒരു നോർമൽ ഇയറിൽ ഫെബ്രുവരിയിൽ 28 ദിവസമാണ് എങ്കിൽ ലീപ്പ് ഇയർ 29 ദിവസമാണ്. ഓക്കെ, ഇനി ഒരു ഇയർ ലീപ്പ് ഇയർ ആണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ എങ്ങനെയാണ്? അപ്പോ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ, പലരുടെയും ഉള്ളിൽ അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉത്തരം പാതി കറക്റ്റാ, പകുതി കറക്റ്റാ, മുഴുവനായിട്ട് കറക്റ്റ് അല്ല. ഉദാഹരണത്തിന് 1900 ഇവൻ ലീപ്പ് ഇയർ ആണോ അല്ലയോ? 4 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കിക്കേ. 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 475 എന്ന് കിട്ടും. അല്ലെങ്കിൽ ഉത്തരം കോഷ്യന്റ് 475 എന്ന് കിട്ടും. അതായത് 1900 നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണ് എങ്കിൽ, നിങ്ങൾ ചിന്തിച്ച പോലെ അങ്ങനെയാണ് എങ്കിൽ ഇത് ഒരു ലീപ്പ് ഇയർ അല്ലേ? എന്നാൽ ഇതൊരു ലീപ്പ് ഇയർ അല്ല. അതുകൂടെ മനസ്സിലാക്കുക. സോ ലീപ്പ് ഇയർ ക്യാൻ ബി ലീപ്പ് ഇയർ ആണോ അല്ലയോ എന്ന് അറിയണമെങ്കിൽ
ഇറ്റ് ഹാസ് ടു ബി 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കണം. അതായത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കോഷ്യന്റ് 0, റിമൈൻഡർ 0 കിട്ടണം. ഇനി 1900, 1800, 1700, 2000, 2100 അതുപോലുള്ള നമ്പേഴ്സ് ആണ് എങ്കിൽ അതിനെ 400 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കണം. 4 അല്ല, അതിനെ 400 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ സാധിക്കണം. അങ്ങനെ നോക്കുകയാണെങ്കിൽ 1600 ഒരു ലീപ്പ് ഇയർ ആണ്. എന്നാൽ 1700, 1800, 1900 ഇവയൊന്നും ആരല്ല, ലീപ്പ് ഇയർ അല്ല. പിന്നെ 1600 ശേഷം ഒരു ലീപ്പ് ഇയർ ആരാണ്? 2000 ആണ്. ഓക്കെ, അതായത് ഹൺഡ്രഡ്സ് കേട്ടോ, ഹൺഡ്രഡ്സ്. ഈ ഒരു ലോജിക്ക് മനസ്സിലായല്ലോ. സോ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ലീപ്പ് ഇയർ 4 കൊല്ലത്തിൽ ഒരിക്കൽ വരുന്ന സംഗതിയാണ് എങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ 1700 ഒരു ലീപ്പ് ഇയർ ആയിരിക്കണം, 1800 ഒരു ലീപ്പ് ഇയർ ആയിരിക്കണം. അങ്ങനെയല്ല. ഇതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രിഗോറിയൻ കാലണ്ടർ എന്നൊരു കാലണ്ടറാണ് നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നത്. സോ ഫൈൻ, നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ലീപ്പ് ഇയറിലേക്ക് വരാൻ കാരണം എന്താണ്? ലീപ്പ് ഇയർ എന്ന് പറഞ്ഞാൽ ഫെബ്രുവരിയിലേക്ക് ഒരു ദിവസം ആഡ് ചെയ്യാനുള്ള കാരണം ഭൂമി ഒരു തവണ മുഴുവനായിട്ട് സൂര്യനെ ബലം വെച്ച് തിരിയാൻ നമ്മൾ പൊതുവെ കരുതുന്നത് 365ഉം 1/4 ഡേയ്സ് എടുക്കുമെന്നല്ല നമ്മൾ പൊതുവെ പഠിച്ചിരിക്കുന്നത്. എന്നാൽ ശരിക്കും അങ്ങനെയല്ല. ശരിക്കും 365.2425 ഡേയ്സ് ആണ് എടുക്കുന്നത്. അതായത് 365ഉം പിന്നെ ഒരു 1/4 ദിവസം കൂടി ഭൂമി സൂര്യനെ ബലം വെക്കാൻ എടുക്കുന്നു എന്ന നമ്മുടെ കൺസെപ്റ്റ് ചെറിയ രീതിയിൽ തെറ്റാണ്. ഓക്കെ, വളരെ ചെറിയ രീതിയിൽ ഏതാണ്ട് കുറെ മിനിറ്റുകളുടെ വ്യത്യാസം കൂടി വരുന്നുണ്ട് കേട്ടോ. അതായത് 365.2425 ഡേയ്സ് ആണ് ഭൂമി സൂര്യനെ ബലം വെക്കാൻ എടുക്കുന്നത് എന്നാണ് കാണുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ പൊതുവെ നമ്മുടെ കലണ്ടർ യൂസ് ചെയ്യാനും ആൾക്കാർ കൺഫ്യൂഷൻസ് ഒഴിവാക്കാനും വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ പറഞ്ഞ പോലെ ലീപ്പ് ഇയറിന്റെ കൺസെപ്റ്റ് കൊണ്ടുവന്ന് ഓരോ 4 കൊല്ലത്തിൽ എക്സ്ട്രാ ഒരു ഡേ ആഡ് ചെയ്യുന്നത്. പക്ഷെ പ്രശ്നം എക്സ്ട്രാ ഒരു ഡേ ആയിട്ടില്ല. 0.25 വെച്ച് നോക്കുകയാണ് എങ്കിൽ 4 കൊല്ലം കൊണ്ടൊരു ഡേ വരേണ്ടതാണ്. എന്നാൽ ഞാൻ നേരത്തെ സംസാരിച്ച പോലെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു ഫുൾ റെവല്യൂഷന് 0.24 എക്സ്ട്രാ ഡേയ്സ് കൂടെ എടുക്കുന്നുള്ളൂ. സോ അവിടെ ഉണ്ടാകുന്ന ചെറിയൊരു മിസ്മാച്ച് ഉണ്ടല്ലോ, ആ മിസ്മാച്ചിനെ നമ്മളൊന്ന് കൃത്യമായിട്ട് കൺഫ്യൂഷൻ ഇല്ലാതെ അളക്കാൻ വേണ്ടിയാണ് ഈ പറഞ്ഞ പോലെ 1700-ലും 1800-ലും 1900-ലും ഒന്നും ലീപ്പ് ഇയർ ഇല്ല എന്ന് കരുതുന്നത്. ഇപ്പൊ ഇത്രയും നേരം പറഞ്ഞ സംഗതി ഉണ്ടല്ലോ, ഈ പറഞ്ഞ ഈ 1600, 1700, ഇതിന്റെ തിയറിറ്റിക്കൽ പാർട്ട് ഗ്രിഗോറിയൻ കലണ്ടറിന്റെ അല്ലെങ്കിൽ റെവല്യൂഷന്റെ കാര്യമൊക്കെ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ പോലും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. സോ ഇത്ര നേരം പറഞ്ഞ സംഗതി മനസ്സിലായില്ല എന്ന് കരുതി പേടിക്കേണ്ട കാര്യമില്ല. കാരണം നമുക്ക് യൂസ് ചെയ്യാൻ ഗ്രിഗോറിയൻ കലണ്ടർ എന്താണെന്നോ കൃത്യമായിട്ട് എത്ര നേരം കൊണ്ട് റെവല്യൂഷൻ കംപ്ലീറ്റ് ആവുമെന്നൊന്നും അറിയേണ്ട കാര്യമില്ല. ഈ ഒരു ഐഡിയ മനസ്സിൽ വെച്ചാൽ മാത്രം മതി. അതായത് ഒരു ഇയർ ലീപ്പ് ഇയർ ആണോ അല്ലയോ എന്നറിയാൻ വേണ്ടി 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മാത്രം സാധിക്കത്തില്ല. ഇഫ് ദ ഇയർ 100 in hundreds അല്ലെങ്കിൽ 1900 1900 അല്ലെങ്കിൽ 1800, 1700, 2100, 2200 ഇതുപോലുള്ള ഇയർ വരികയാണെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി ഡിവിസിബിൾ വിത്ത് 400, നോട്ട് വിത്ത് 4. ഇതൊന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. സോ നമുക്ക് ഇത്രയേറെ നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ വെച്ച് നമുക്ക് ഡേ എന്താണെന്നും വീക്ക് എന്താണെന്നും ലീപ്പ് ഇയർ എന്താണെന്നും ഒക്കെ നമുക്ക് മനസ്സിലായി. ഓക്കെ, അവിടെ കാര്യം തീർന്നല്ലോ. ഇനി ഓഡ് ഡേയ്സ് എന്നൊരു കൺസെപ്റ്റ് ഇവിടെ മനസ്സിലാക്കണം. ഓഡ് ഡേയ്സ് മറ്റൊന്നുമല്ല, ഇപ്പോ 365 ദിവസമുണ്ട് അല്ലെ, ഒരു സാധാരണ ഇയറിൽ 365 ദിവസമുണ്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? 52 ആഴ്ചയുണ്ടല്ലേ, 52 ആഴ്ചയും പ്ലസ് ഒരു ദിവസവും. ഈ ഒരു ദിവസത്തെയാണ് നമ്മൾ ഓഡ് ഡേ എന്ന് പറയുന്നത്. ഇത് ഞാൻ വർഷത്തിന്റെ കാര്യമാണ് പറയുന്നത്. ആഴ്ചയിൽ മന്തിൽ ഇത് മാറും. ഇപ്പൊ നമുക്ക് വർഷത്തിന്റെ കാര്യം എടുക്കാം. 365 ദിവസമാണ്, അവിടെ 52 ആഴ്ചകളാണ് അല്ലെ, 52 ആഴ്ചകളാണുള്ളത്. ഒരാഴ്ചയിൽ 7 ദിവസമാണ്. ഇനി അങ്ങനെ നോക്കുമ്പോൾ ഒരു ഓഡ് ഡേ മാത്രമാണ് ഒരു സാധാരണ കൊല്ലത്ത് അല്ലെങ്കിൽ സാധാരണ ഇയറിൽ നമുക്ക് കാണുന്നത്. വെൻ ഇറ്റ് കംസ് ടു ലീപ്പ് ഇയർ ആണെങ്കിൽ നമുക്ക് മൊത്തം 366 ദിവസങ്ങളാണുള്ളത്. സോ 52 × 7 തന്നെ. പക്ഷെ ഇവിടെ എത്ര ഓഡ് ഡേ വരും? ഇവിടെ 2 ഓഡ് ഡേയ്സ് വരും കേട്ടോ. ഇവിടെ 2 ഓഡ് ഡേയ്സ് വരും. കൺസെപ്റ്റ് മനസ്സിലായല്ലോ. സോ ഓഡ് ഡേയ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെറ്റ് ഇറ്റ് ബി എനി നമ്പർ ഓഫ് ഡേയ്സ്. അതിപ്പോ മന്ത് ആകാം, ഇയർ ആകാം, ഓക്കെ, അല്ലെങ്കിൽ ഒരു പകുതി മാസമാകാം, അല്ലെങ്കിൽ പകുതി വീക്ക് ആകാം, എന്തോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫുൾ ഒരു ഒന്നര ആഴ്ച ആകാം. സോ ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് ഇൻ ഡിവൈഡ് ബൈ 7 ചെയ്യുമ്പോൾ നമുക്ക് എന്താണോ റിമൈൻഡർ ആയിട്ട് കിട്ടുന്നത് അവനെയാണ് നമ്മൾ നമ്പർ ഓഫ് ഓഡ് ഡേയ്സ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോ ജനുവരിയിൽ മൊത്തം
31 ദിവസമാണ് അല്ലെ. അതിപ്പോ ലീപ്പ് ഇയർ ആണെങ്കിലും ശരി അല്ലെങ്കിലും ശരി ജനുവരിന് 31 ദിവസമുണ്ട്. ഓക്കെ, അപ്പൊ 31നെ 7 വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? റിമൈൻഡർ 4 times 28 ആണ്. റിമൈൻഡർ വിൽ ബി 3. ഇതിനെയാണ് നമ്മൾ ജനുവരിയുടെ ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഫെബ്രുവരി ഓർഡിനറി ഇയർ ആണെങ്കിൽ 28 ദിവസമാണ്. 7 times 4 is 28. സോ അവിടെ ഫെബ്രുവരി ഓർഡിനറി ഇയർ നമ്പർ ഓഫ് ഓഡ് ഡേയ്സ് എത്രയാണ്? 0. സിമിലർലി ഫെബ്രുവരി ലീപ്പ് ഇയർ ആണെങ്കിൽ 29 ദിവസമാണ്. അപ്പോൾ ഓഡ് ഡേ 1 ആണ്. മാർച്ചിൽ 31 ദിവസമുണ്ട്, ഓഡ് ഡേ 3 ആണ്. ഈ ലിസ്റ്റ് ഉണ്ടല്ലോ, ഈ ലിസ്റ്റ് കാണാതൊന്നും പഠിക്കേണ്ട കാര്യമില്ല. കാരണം ബേസിക് ലോജിക് ആണ് അല്ലേ. ഏതൊരാൾക്കാണ് എക്സാം എഴുതാൻ പോകുന്ന ഏതൊരാൾക്കും പെട്ടെന്നൊരു മാസം പറഞ്ഞാൽ ആ മാസത്തിൽ എത്ര ദിവസം ഉണ്ടെന്ന് ഊഹിക്കാതെ അല്ലെങ്കിൽ ആലോചിക്കാതെ തന്നെ പറയാൻ സാധിക്കും അല്ലേ. കാരണം നമ്മൾ അക്കൗസ്റ്റം നമ്മളത് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് അല്ലേ. നമുക്കത് കാലകാലങ്ങളായിട്ട് നമ്മൾ കാലണ്ടർ നോക്കിയും പഠിച്ചും ഒക്കെ നമുക്കത് അറിയാം. സോ ഈ ലിസ്റ്റ് ഒന്നും കാണാതെ പഠിക്കാൻ പോകണ്ട. ഡിവൈഡ് ചെയ്യാൻ മാത്രം അറിയാവുന്നവനാണെങ്കിൽ ഈ പറഞ്ഞ ഓഡ് ഡേ ഒക്കെ സുഖമായിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, ഇത്ര നേരം നമ്മൾ സംസാരിക്കുന്ന മുഴുവൻ തിയറിയാണ്, നമ്മൾ കഥയിലേക്ക് എത്തിയില്ല. നമുക്കിനി പയ്യെ കഥയിലേക്ക് എത്താം. ഇന്ന് ഈ ക്ലാസ് ഞാൻ എടുക്കുന്നത് 4th ഡിസംബർ 2024 ഓക്കെ, 4th ഡിസംബർ 2024. അതായത് ഇന്ന് കാലണ്ടർ പ്രകാരം വെഡ്നസ്ഡേ ആണ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത കൊല്ലം ഇതേ ദിവസം 4th ഡിസംബർ 2025. ഒന്നോർത്ത് നോക്കി, ഈവൻ ദോ 2024 ഒരു ലീപ്പ് ഇയർ ആണ്. എന്നാൽ നമ്മൾ ഇപ്പോൾ എടുക്കുന്ന ടൈം സോൺ എടുത്തേ 2024 ഡിസംബർ 4 മുതൽ 2025 ഡിസംബർ 4 വരെ. അതായത് 2025 ഡിസംബർ 4 വരെ മൊത്തം എത്ര ദിവസമുണ്ട്? മൊത്തം 365 ദിവസമുണ്ട് അല്ലെ. ഒരു കൊല്ലം മൊത്തം 365 ദിവസമുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു 365 ദിവസം വരുന്ന ഒരു ഓർഡിനറി ഇയറിൽ എത്ര ഓഡ് ഡേയ്സ് ഉണ്ട്? ഒരൊറ്റ ഓഡ് ഡേ അല്ലേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ 2025 4 ഡിസംബർ വിൽ ബി തേഴ്സ്ഡേ. കൺസെപ്റ്റ് മനസ്സിലായോ? ഇനി 4th ഡിസംബർ 2026 ലീപ്പ് ഇയർ ആണോ? ഡിവൈഡ് ബൈ 4 ചെയ്താൽ നമുക്ക് മനസ്സിലാകും അല്ലേ. ലീപ്പ് ഇയർ അല്ല. അപ്പോ എത്ര ഓഡ് ഡേ ഉണ്ട്? വീണ്ടും ഒരു ഓഡ് ഡേ ഉള്ളൂ. അപ്പോ 4th ഡിസംബർ 2026 വിൽ ബി ഫ്രൈഡേ. സിമ്പിൾ അല്ലേ? ഇനി അടുത്തത് 4th ഡിസംബർ 2027 ലീപ്പ് ഇയർ ആണോ? അല്ല. അപ്പോ ഒരു ഓഡ് ഡേ മാത്രമേ ഉള്ളൂ. അപ്പോ എത്രയാണ്? ഏത് ദിവസമാണ്? സാറ്റർഡേ ആണ്. ഫൈൻ. ഇനി 4th ഡിസംബർ 2028 ഇവൻ ആള് ലീപ്പ് ഇയർ അല്ലേ. 28 ഫെബ്രുവരിയിൽ 29 ദിവസമുണ്ട് അല്ലെ. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര ഓഡ് ഡേയ്സ് വരും? ഇവിടെ 2 ഓഡ് ഡേയ്സ് വരും അല്ലെ. 2 ഓഡ് ഡേയ്സ് വരും. അങ്ങനെയാണെങ്കിൽ 4th ഡിസംബർ 2028 മൺഡേ ആയിരിക്കും. വളരെ സിമ്പിൾ അല്ലെ. ഇതാണ് ബേസിക്കലി ഓഡ് ഡേ കൺസെപ്റ്റ്. ഓഡ് ഡേ കൺസെപ്റ്റ് കൊണ്ട് നമ്മൾ കൃത്യമായിട്ട് അടുത്ത ദിവസം എന്താണ് അല്ലെങ്കിൽ ഏതാണ് എന്ന് പറയാൻ വേണ്ടി നമ്മൾ കണ്ടുപിടിക്കുന്ന സംഗതി ഇതാണ്. ഒരു വ്യത്യാസമില്ല. ഓക്കെ, ഒരു വ്യത്യാസമില്ല. ഇനി ഇത്രയും നേരം കണ്ടതിൽ നിന്നും നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ടാക്കി എടുത്തൂടെ? ഒരു ഇക്വേഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു ഇയറിൽ നിന്നും മറ്റൊരു ഇയറിലേക്ക് പോകുന്നു. ആ സമയത്ത് ഓഡ് ഡേയ്സ് കൗണ്ട് ചെയ്യുന്നു. ഇനി ഓഡ് ഡേയ്സ് കൗണ്ട് ചെയ്യുന്നു. ഇനി നമ്മൾ ആ കൂട്ടുന്ന ഇയർ ലീപ്പ് ഇയർ ആണെങ്കിൽ വീണ്ടും ലീപ്പ് ഇയർ കൗണ്ട് ചെയ്യുന്നു. ഇതെല്ലാം സംഗതി വരുന്നത്. ഇവിടെ ഒരു ഇക്വേഷൻ നമുക്ക് തന്നെ ഉണ്ടാക്കിക്കൂടെ? അങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ ആ ഇക്വേഷൻ വിൽ ബി മറ്റൊന്നുമല്ല, ഡിഫറൻസ് ഇൻ ഇയേഴ്സ് പ്ലസ് ലീപ്പ് ഇയർ ഉണ്ടെങ്കിൽ ലീപ്പ് ഇയർ. മനസ്സിലായില്ലെങ്കിൽ ദേ കണ്ടോ, 4th ഡിസംബർ 2024 4th ഡിസംബർ 2028. ഓക്കെ, 4th ഡിസംബർ 2024 വെനസ്ഡേ ആണെന്ന് പറഞ്ഞു. 4th ഡിസംബർ 2028 എന്താണ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് മതി ആ 2 ഇയറുകൾ ഡിഫറൻസ് എടുക്കുക. 2028 മൈനസ് 2024 is 4 പ്ലസ്. ഇനി 2024 നിന്നും 2028 വരുമ്പം എത്ര ലീപ്പ് ഇയർ ഉണ്ട്? ആകെ ഒരൊറ്റ ലീപ്പ് ഇയർ മാത്രമേ ഉള്ളൂ. 2024 ഡിസംബർ കേട്ടോ. 2024 ഡിസംബർ മുതൽ 2028 ഡിസംബർ വരെ 4th ഡിസംബർ വരെ നോക്കുമ്പോൾ ഒരൊറ്റ ലീപ്പ് ഇയർ അല്ലേ ഉള്ളൂ. അപ്പൊ മൊത്തം 5 ഓഡ് ഡേയ്സ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോ വെനസ്ഡേ ആയിരുന്നു അല്ലെ. വെനസ്ഡേയിൽ നിന്ന് 5 ഓഡ് ഡേയ്സ്. സോ തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ,
ഫിഫ്ത്ത് ഓഡ് ഡേ വിൽ ബി മൺഡേ അല്ലെ? ഫിഫ്ത്ത് ഓഡ് ഡേ വിൽ ബി മൺഡേ. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഇത്രയും നേരം നമ്മൾ സംസാരിച്ച സംഗതി തന്നെ, ഒരു വ്യത്യാസമില്ല. ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. 13th July 1996 സാറ്റർഡേ ആണ് എന്നാണ് തന്നേക്കുന്നത് അല്ലെ? കണ്ടുപിടിക്കേണ്ട എന്താണ്? 13th July 2006. നമ്മൾ നേരത്തെ സംസാരിച്ച സംഗതി ഡിഫറൻസ് ഇൻ ഇയേഴ്സ് പ്ലസ് ലീപ് ഇയർ. ഡിഫറൻസ് ഇൻ ഇയേഴ്സ് എത്രയാണ്? 2006 മൈനസ് 1996 അല്ലേ? ഡിഫറൻസ് ഇൻ ഇയേഴ്സ് പ്ലസ് ലീപ് ഇയേഴ്സ് അല്ലെ? ഡിഫറൻസ് ഇൻ ഇയേഴ്സ് എത്രയാണ്? 10. 2006 നിന്നും 906 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 1996 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 10 കിട്ടും പ്ലസ്. ഇനി ഇവർ തമ്മിൽ എത്ര ലീപ് ഇയേഴ്സ് ഉണ്ടായിരുന്നു? 1996 ഒരു ലീപ് ഇയർ ആണ്, പക്ഷെ നമ്മൾ ജൂലൈ തൊട്ടല്ല നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. സോ 1996 കൗണ്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ ഇവിടെ? വേണ്ട. പിന്നെ വരുന്നവൻ ആരാണ്? 2000 ആണ്. അവിടെ 4 വെച്ച് ഡിവൈഡ് ചെയ്താൽ മതിയോ? പോരാ, 400 വെച്ച് ഡിവൈഡ് ചെയ്യണം. അങ്ങനെ ഡിവൈഡ് ചെയ്ത് നമുക്ക് കോഷ്യന്റ് റിമൈൻഡർ 0 കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. അപ്പം 2000 ഒന്നുണ്ടല്ലോ. 2000, 2004, 2008 വരുമോ? ഇല്ല, 2008 വരില്ല, കാരണം 2006 വരെ പോയാൽ പോരെ. സോ രണ്ട് ലീപ് ഇയേഴ്സ് ആണ് ഇൻ ബിറ്റ്വീൻ. 2 ലീപ് ഇയേഴ്സ് ആണ് ഇൻ ബിറ്റ്വീൻ. സോ മൊത്തം ഓഡ് ഡേയ്സ് എത്രയാണ്? 12 ഓഡ് ഡേയ്സ് ആണ് മൊത്തത്തിൽ. ഇനി 12 ഓഡ് ഡേയ്സ് ആണല്ലോ. ഇനി ഏത് ദിവസമാണെന്ന് അറിയാൻ 12/7 എടുക്കുക. ഓക്കെ, 12/7 എടുക്കുക. നമ്മൾ നേരത്തെ എന്തുകൊണ്ട് അവിടെ ഡിവൈഡ് ചെയ്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ 5 ആയിരുന്നു, അതുകൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ 7നേക്കാൾ മുകളിലായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്തു. ഡിവൈഡ് ചെയ്തിട്ട് എത്ര ഓഡ് ഡേയ്സ് ഉണ്ട്? 5 അല്ലെ? സോ റിമൈൻഡർ എത്രയാണ്? ഇവിടെ റിമൈൻഡർ എത്രയാണ്? ഇവിടെ നമ്മൾ റിമൈൻഡർ ആണ് നടക്കുന്നത് കേട്ടോ. റിമൈൻഡർ എത്രയാണ്? റിമൈൻഡർ 5 ആണ്. റിമൈൻഡർ 5 എന്ന് പറയുമ്പോൾ സാറ്റർഡേ ആയിരുന്നു. സാറ്റർഡേന്ന് 5 ദിവസം. സോ സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ. സോ ആൻസർ വിൽ ബി തേഴ്സ്ഡേ. ഓക്കെ ആണല്ലോ. കുറച്ചും നമ്മൾ 5 ഓഡ് ഡേയ്സ് വന്ന സമയത്ത് 5/7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റിമൈൻഡർ 5 തന്നെ അല്ലേ? കാരണം 7 കൊണ്ട് 5നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ 5 തന്നെ ആയിരിക്കും റിമൈൻഡർ. സോ ആ ഒരു സ്റ്റെപ്പ് ഞാൻ അവിടെ പറഞ്ഞില്ല, എന്ന് മെൻഷൻ ചെയ്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു. ഓക്കെ ആണല്ലോ. അങ്ങനെ നമുക്ക് ഒരു സാമ്പിളൂടെ ചെയ്യാം. ഒരു സാമ്പിളൂടെ ചെയ്യാം. എന്താണ് സാമ്പിൾ? 2005 ജനുവരി 15. നമുക്ക് എന്തെങ്കിലും ഒരു ദിവസം ഇത് ഫ്രൈഡേ ആയിരുന്നു എന്ന് നമ്മൾ അങ്ങ് വിശ്വസിക്കുകയാണ് കേട്ടോ. ചിലപ്പോൾ കലണ്ടറി ഫ്രൈഡേ ആയിരിക്കണം എന്നില്ല. നമ്മളിപ്പോൾ റാൻഡമായിട്ട് പറയാ ഫ്രൈഡേ ആയിരുന്നു നമ്മൾ വിശ്വസിക്കുകയാണ്. 2025 ജനുവരി 15 ഏത് ദിവസമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്? 2025 ജനുവരി 15 ഏത് ദിവസമായിരിക്കും എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഡിഫറൻസ് ഇൻ ഇയേഴ്സ് എത്രയാ? ഡിഫറൻസ് ഇൻ ഇയേഴ്സ് 10 ആണ്. ലീപ് ഇയേഴ്സ് എത്ര ഉണ്ടെന്ന് നോക്കിക്കേ. 2005 ലീപ് ഇയർ അല്ല, 2006 ലീപ് ഇയർ അല്ല അല്ലെ, 2007 ലീപ് ഇയർ അല്ല, 2008 ഒരു ലീപ് ഇയർ ആണ്. 2008, 2012, 2016, 2020, 2024. സോ മൊത്തം നടുക്ക് 5 ലീപ് ഇയർ വരുന്നുണ്ട്. മനസ്സിലായല്ലോ അല്ലെ? 2008, 12, 16, 20, 24 5 ലീപ് ഇയർ വരുന്നുണ്ട്. സോ ടോട്ടൽ എത്ര ഓഡ് ഡേയ്സ് ആയി? 15 ഓഡ് ഡേയ്സ് ആയി. 15 ഓഡ് ഡേയ്സ് ആയി. സോ ഇനി ഏത് ദിവസമാണ് എന്നറിയാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 15/7 ചെയ്യുക. അതിന്റെ റിമൈൻഡർ എത്രയാണെന്ന് കണ്ടുപിടിക്കുക. റിമൈൻഡർ ഇവിടെ 1 ആണ്. സോ അതായത് ഫ്രൈഡേ പ്ലസ് 1. ഇപ്പം ഇവൻ എത്രയാണ്? ഇവൻ സാറ്റർഡേ ആയിരിക്കും. അതായത് 2005 ജനുവരി 15 ഫ്രൈഡേ ആണ് എങ്കിൽ 2025 ജനുവരി 15 സാറ്റർഡേ ആയിരിക്കും. കത്തി എന്ന് മനസ്സിലാവുന്നു. ഇത് കൺസെപ്റ്റ് ആണ് കേട്ടോ. കൺസെപ്റ്റ് ആണ്. നമുക്ക് ഞാൻ ഇപ്പൊ നമ്മൾ സംസാരിച്ച കൺസെപ്റ്റ് വെച്ച് നമുക്ക് എത്ര ക്വസ്റ്റ്യൻ വേണമെങ്കിലും ചെയ്യാം. ഈ കൺസെപ്റ്റ്, ഈ ലോജിക് കിട്ടിയാൽ നമുക്ക് ഇനി ഷോർട്ട് കട്ടിലേക്ക് പോകാം. പക്ഷെ അതിന് നമുക്ക് 1-2 ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്യാം. ഇവിടെ കണ്ടോ, ഈ ഫോൺ 15th August 2003 വാസ് ഫ്രൈഡേ. ഓക്കെ, നമ്മൾ ചെയ്ത അതേ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ എന്തായിട്ട് ചെയ്താൽ മതി? ഒരു ഹോംവർക്ക് ആയിട്ട് ചെയ്താൽ മതി. ഫൈൻ. ഓക്കെ, ഫൈൻ. ഇവിടെ കണ്ടോ, ഇനി നമ്മൾ ഇത്ര നേരം ഇയർ ആണ് സംസാരിച്ചത്. ഇനി ഒരേ ഇയറിൽ തന്നെയുള്ള 2 ഡേറ്റുകൾ ആണ് തന്നേക്കുന്നത്. ശ്രദ്ധിച്ചു നോക്കി. ഇവിടെയും 2005 ആണ്, ഇവിടെയും 2005 ആണ്. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ ഡിഫറൻസ് ഇൻ ഇയേഴ്സ് എടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല, നമുക്ക് അല്ലാതെ തന്നെ ചെയ്യാൻ പറ്റും. ഇഫ് 15th March 2005 വാസ് എ ഫ്രൈഡേ, 2005 15 മാർച്ച് ഫ്രൈഡേ ആയിരുന്നു എങ്കിൽ 29 ഏപ്രിൽ 2005 എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെയും അതേ ഓഡ് ഡേയ്സ് കൺസെപ്റ്റ് തന്നെയാണ്. ഇയർ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഡേയ്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെ. ഇനി മാർച്ച് 15 നിന്നും അതായത്
അതായത് മാർച്ച് 16 അല്ലെ, മാർച്ച് 16 മുതൽ മാർച്ച് 31 വരെ ആ ഒരു മാസം മൊത്തം എത്ര ദിവസമുണ്ട്? മൊത്തം ഇനി 16 ദിവസമുണ്ട്. എവിടെ? മാർച്ച് അല്ലെ. ഇനി ഏപ്രിൽ മൊത്തം എടുക്കണോ? വേണ്ട. ഏപ്രിൽ 29 വരെയുള്ള കഥ നമുക്ക് അറിഞ്ഞാൽ മതി അല്ലെ. സോ ഏപ്രിൽ 29 ആഡ് ചെയ്യാം. സോ മൊത്തം എത്ര ദിവസമായി? മൊത്തം 45 ഡേയ്സ് ആയി അല്ലെ. മൊത്തം 45 ദിവസമുണ്ട്. 45 ഓഡ് ഡേയ്സ് ഡിവൈഡ് ബൈ 7 ചെയ്യുന്നു. 3 അല്ലെ. റിമൈൻഡർ എത്ര വരും? 3 അല്ലേ വരുന്നത്? 42 അല്ലെ. 7 6 ആർ 42. സോ റിമൈൻഡർ 3 കിട്ടി. റിമൈൻഡർ 3 കിട്ടി കഴിഞ്ഞാൽ എന്താണ്? ഫ്രൈഡേ പ്ലസ് 3, സാറ്റർഡേ, സൺഡേ, മൺഡേ. അപ്പോ മൺഡേ ആണ് ഏത് ദിവസം? 29th ഏപ്രിൽ 2005. വളരെ സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ അല്ലേ? ഒരേ കൺസെപ്റ്റ് തന്നെയാണ്. ഇയറിനും മന്തിനും നമ്മൾ ഒരേ കൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. ഒരു വ്യത്യാസവും ഇല്ല. ഇനി ചിലപ്പോൾ അതേ ഇയർ തന്നെ വരണമെന്നില്ല, ചിലപ്പോൾ അടുത്ത ഇയർ വരാം. മറ്റൊരു ദിവസം നമുക്ക് ഇവിടെ ചെയ്യാം, മറ്റൊരു ദിവസം ചെയ്യാം, സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഇപ്പൊ ചിന്തിച്ച് നോക്കിക്കേ. 15th മാർച്ച് 2000 ഇതേ ക്വസ്റ്റ്യൻ തന്നെ എടുക്കാം. നമുക്കൊന്ന് റീവർക്ക് ചെയ്യാം. 2005 ഫ്രൈഡേ എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലെ. ഫ്രൈഡേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 2006 ഫെബ്രുവരി 10 എന്ന് കരുതുക. ഓക്കെ, ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഇനി മാർച്ചിൽ നമുക്കറിയാം, മാർച്ചിൽ ഇനി തീരാൻ 16 ദിവസമുണ്ട്. മാർച്ചിൽ തീരാൻ 16 ദിവസമുണ്ട്. ഏപ്രിൽ 30 ദിവസമാണ്. മെയ് 31 ദിവസമാണ്. അതുപോലെ ഏപ്രില് എഴുതി പോലെ അല്ലെങ്കിൽ കൺഫ്യൂഷൻ. ഇത് മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂണിൽ 30 ദിവസമാണ്. ജൂലൈയിൽ 31 ദിവസമാണ്. ഓഗസ്റ്റിൽ 31 ദിവസമാണ്. സെപ്റ്റംബറിൽ 30 ദിവസമാണ്. ദെൻ ഒക്ടോബറിൽ 31 ദിവസമാണ്. നവംബറിൽ 30 ദിവസമാണ്. ദെൻ ഡിസംബറിൽ 31 ദിവസമാണ്. ദെൻ ജാനുവരി 2006 31 ദിവസമാണ്. ആൻഡ് ഫെബ്രുവരിയിലെ 10 ദിവസം കൂടി നമ്മൾ എടുത്താൽ മതി. ഓക്കെ, ഇവിടെ നമുക്ക് ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് നേരത്തെ കാര്യം ചിന്തിച്ചാൽ മതി. 16ൽ എത്ര ഓഡ് ഡേയ്സ് ഉണ്ട്? 16ൽ 2 ഓഡ് ഡേയ്സ് ഉണ്ട് അല്ലേ. 16/7 ചെയ്തു. 16/7 ചെയ്തു. റിമൈൻഡർ 2. 30 എടുക്കുമ്പോൾ വീണ്ടും 2, ഇവിടെ 3, ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 2, ഇവിടെ 3, ഇവിടെയും 2 ഓഡ് ഡേയ്സ്, ഇവിടെ 3 ഓഡ് ഡേയ്സ്, ഇവിടെ 3 ഓഡ് ഡേയ്സ്. ആൻഡ് ഇവിടെ എത്ര ദിവസം ഉണ്ട്? ഇവിടെ 3 ഓഡ് ഡേയ്സ് ഉണ്ട്. സോ ഓഡ് ഡേയ്സ് അവിടെ ഒന്നൊരു കുട്ടിക്ക് 2 + 2 4, 2 + 2 4, 4 + 3 7, 7 + 2 9, 9 + 2 12, 12 + 3 15, 15 + 2 17, 17 + 3 20, 20 + 2 22, 22 + 3 25, 25 + 3 28, 28 + 3 31 ഓഡ് ഡേയ്സ് ഇപ്പോഴും ഉണ്ട് അല്ലേ. വീണ്ടും നമുക്ക് ആ 7 വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. ഇപ്പൊ നമുക്ക് എത്ര കിട്ടും? ഇപ്പൊ നമുക്ക് 3 കിട്ടും അല്ലേ. റിമൈൻഡർ ആയിട്ട് 3 കിട്ടും. റിമൈൻഡർ 3 എന്ന് പറഞ്ഞാൽ വീണ്ടും ഫ്രൈഡേ, വീണ്ടും സാറ്റർഡേ, സൺഡേ, മൺഡേ. സോ 2006 ഫെബ്രുവരി 10 ആരാണ്? മൺഡേ തന്നെയാണ്. സംഗതി കത്തിയല്ലോ. ഞാൻ പറഞ്ഞത് നമ്മളിപ്പം പല ഒരേ ഡേറ്റിൽ വരുന്ന മറ്റ് പല ഇയറുകൾ, അതുപോലെ ഒരേ ഇയറിൽ തന്നെയുള്ള മറ്റ് ഡിഫറെന്റ് ഡേറ്റ്സും. ഇനിയിപ്പോ നമ്മൾ ഡേറ്റ്സും ഡിഫറെന്റ് ആയിരുന്നു, ഇയറും ഡിഫറെന്റ് ആയിരുന്നു. സോ 3 സംഗതി നമ്മൾ ചെയ്തല്ലോ. ഇനി വ്യത്യാസം വരുത്താനില്ലല്ലോ. ഇനി നമുക്ക് ഷോർട്ട് കട്ടിലേക്ക് പോകാം. ഷോർട്ട് കട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാം. അതായത് ഇപ്പൊ ചിന്തിച്ചേ, ഇപ്പൊ ഇവിടെ കണ്ടോ 2005 15th മാർച്ച്. ഓക്കെ, ഒരു ഉദാഹരണം കൂടെ പറഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് പോകാം കേട്ടോ. അതായത് ഇപ്പൊ ഒന്ന് ചിന്തിച്ചേ, 15th മാർച്ച്, ഞാനൊരു ഉദാഹരണം മാത്രം പറയാണ്. ശരിക്കും ഇത് അങ്ങനെ തന്നെ ആയിരിക്കണം എന്നില്ല. പക്ഷെ 15th മാർച്ച് 2006 സാറ്റർഡേ ആയിരുന്നു എന്ന് കരുതുക. ഇനി 15th മാർച്ച് 2008 സാറ്റർഡേ ആണ് എന്ന് കരുതുക. ഇതൊക്കെ ഹൈപ്പോത്തറ്റിക്കലായിട്ട് പറയാം കേട്ടോ. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് ഈ 2 കൊല്ലത്തിനും ഒരേ കലണ്ടർ ആണ് എന്ന് പറയാൻ പറ്റുമോ എന്ന് ചിന്തിച്ചു നോക്കിക്കേ. 15th മാർച്ച് 2006 സാറ്റർഡേ ശനിയാഴ്ച ആയിരുന്നു എന്ന് കരുതുക. 15th മാർച്ച് 2008 ശനിയാഴ്ച ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ 2006ന്റെയും 2008ന്റെയും കലണ്ടർ ഒന്നാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ നിഷേധിക്കുമോ? നിഷേധിക്കാതിരിക്കുമോ? നിഷേധിക്കും എന്ന് പറയുകയാണെങ്കിൽ അത് ശരിയാണ്. കാരണം ഈ 2008 ലീപ്പ് ഇയർ അല്ലേ. അതിന്റെ കൂടെ ഫെബ്രുവരിയിൽ ഒരു 29 വന്നിട്ടില്ലേ. 2006 ലീപ്പ് ഇയർ ആണോ? ഫെബ്രുവരി 29 ഡേയ്സ് ഉണ്ടോ? സോ ഒബ്വിയസ്ലി ഈ 2 പേരുടെയും
കാലണ്ടർ സെയിം ആയിരിക്കില്ല. ഈ കൺസെപ്റ്റ് കിട്ടിയല്ലോ. ഇനി പക്ഷേ ചില സമയങ്ങളിൽ കലണ്ടറുകൾ റിപ്പീറ്റ് ചെയ്ത് വരും. ഓക്കെ, സോ അതിനുള്ളൊരു ഷോർട്ട് ഫോം കൂടെ ഞാൻ പറഞ്ഞുതരാം. അത് മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇയർ റെപ്പറ്റീഷൻ. ലീപ്പ് ഇയർ ആണ് എങ്കിൽ 28 വർഷങ്ങൾക്ക് ശേഷം അതേ കലണ്ടർ തന്നെ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. അതായത് 2008 ഒരു ലീപ്പ് ഇയർ ആണല്ലോ. ഇനി 2008 അതേ കലണ്ടർ, അതേ ഡേയ്സിൽ അതേ ഡേറ്റ് വരുന്ന കലണ്ടർ വരുന്ന എപ്പോഴാണ്? 28 കൊല്ലങ്ങൾക്ക് ശേഷമാണ്. അതായത് 2036 ആ കലണ്ടർ, 2008 കലണ്ടർ വീണ്ടും റിപ്പീറ്റ് ആവുന്നത്. മനസ്സിലായോ? ഇനി ലീപ്പ് ഇയർ പ്ലസ് 1 ആണ് എങ്കിൽ 6 കൊല്ലത്തിന് ശേഷം റിപ്പീറ്റ് ചെയ്യപ്പെടും. 2008 ലീപ്പ് ഇയർ ആണ്, 2009 കലണ്ടർ തന്നെ ആയിരിക്കും 6 കൊല്ലത്തിന് ശേഷം 2015 വരുന്നത്. മനസ്സിലായോ? ഓക്കെ, ഇനി ലീപ്പ് ഇയർ +2 ആണ് എങ്കിൽ 11 കൊല്ലത്തിന് ശേഷം, ലീപ്പ് ഇയർ +3 ആണെങ്കിലും 11 കൊല്ലത്തിന് ശേഷം റിപ്പീറ്റ് ചെയ്യപ്പെടും. അതായത് 2010 കലണ്ടർ 2021 റിപ്പീറ്റ് ചെയ്യപ്പെടും. സിമിലർലി 2011 കലണ്ടർ 2022 റിപ്പീറ്റ് ചെയ്യപ്പെട്ടു. സംഗതി കത്തിയല്ലോ. ഏത് ലീപ്പ് ഇയർ ആയിക്കോട്ടെ, ആ ലീപ്പ് ഇയറിന്റെ കലണ്ടർ ഇനി റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ 28 കൊല്ലം കഴിയണം. സിമിലർലി ലീപ്പ് ഇയറിന് ശേഷമുള്ള ഒരു കൊല്ലമാണെങ്കിൽ 6 കൊല്ലത്തിനുള്ളിൽ അത് റിപ്പീറ്റ് ചെയ്യും. ഈ ഒരു ടേബിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ടേബിൾ അറിയാവുന്നവന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അറിയത്തില്ലെങ്കിൽ, ഇപ്പൊ ഈ ടേബിൾ നമുക്ക് അറിയത്തില്ല എങ്കിൽ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ കുറച്ചും പഠിച്ച അതേ ടെക്നിക്ക് യൂസ് ചെയ്യാം. ചെയ്ത് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. ഓപ്ഷൻസ് കണ്ട് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. സോ ഈ ഷോർട്ട് കട്ട് പഠിച്ചാൽ എന്താണ്? ഒരൊറ്റ സെക്കൻഡിനോട് ഉത്തരം പറയാൻ പറ്റും അല്ലെ? ഇപ്പോൾ ഞാൻ പറയാണ് 2024 കലണ്ടർ ഇനി എപ്പോൾ റിപ്പീറ്റ് ചെയ്യും എന്ന് ചോദിച്ചാൽ എന്ത് പറ്റും? 2024 ഒരു ലീപ്പറാണ്. സോ ഒബ്വിയസ്ലി 2024 + 28 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അടുത്ത 2024 കലണ്ടർ എപ്പോൾ റിപ്പീറ്റ് ചെയ്യും എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഈ ഒരു സംഗതി മാത്രം ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഇത് ഞാൻ ആദ്യമായിട്ട് നിങ്ങളോട് ആവശ്യപ്പെടുന്ന കാണാതെ പഠിത്തം പഠിക്കേണ്ട ടേബിളാണ് കേട്ടോ, ഈ ഒരു ടേബിൾ. ഇനി നമുക്ക് 1-2 ടേബിളൂടെ കാണാതെ പഠിക്കണം. ഓക്കെ, സോ ഇത് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി വെച്ചാലോ. ഓക്കെ, നമ്മൾ ഏതാണ്ട് ഒരു പകുതി കടമ്പ കഴിഞ്ഞു. അതായത് പകുതിയല്ല, നമ്മൾ ഏതാണ്ട് എല്ലാ കടമ്പയും കഴിഞ്ഞു. അതായത് ഇപ്പൊ ഞാൻ പഠിപ്പിച്ച സംഗതി വെച്ച് നിങ്ങൾക്ക് ഏതൊരു ക്വസ്റ്റ്യനും ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതിപ്പം മുമ്പോട്ടുള്ള വർഷങ്ങൾ മാത്രമല്ല പിന്നോട്ടും ചെയ്താൽ മതി. പിന്നോട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? നമ്മൾ ആഡ് ചെയ്തതിന് പകരം ഫ്രൈഡേ +2 ചെയ്തതിന് പകരം ഫ്രൈഡേ -2 ചെയ്താൽ മതി. ഒരു മിനിറ്റ്, നമുക്ക് ആ ഒരു എക്സാമ്പിൾ ചെയ്തിട്ട് പോവാം. 2003 15 ഓഗസ്റ്റ് ഫ്രൈഡേ ആണ്. അങ്ങനെയാണെങ്കിൽ 1993 15 ഓഗസ്റ്റ് ഏത് ദിവസമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെയിം സാധനം തന്നെ. ഡിഫറൻസ് ഇൻ ഇയർ എത്രയാണ്? ഡിഫറൻസ് ഇൻ ഇയർ 10 ആണ്. ലീപ്പ് ഇയർ ഏതൊക്കെ ഉണ്ടായിരുന്നു? 2003 പുറകോട്ട് പോക്കെ 2000 ഒരു ലീപ്പ് ഇയർ ആണ്, 96 ഒരു ലീപ്പ് ഇയർ ആണ്. സോ 2 ലീപ്പ് ഇയർ അല്ലേ ഉള്ളൂ അല്ലേ? 2 ലീപ്പ് ഇയർ മാത്രമേ ഉള്ളൂ. 2 ലീപ്പ് ഇയർ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. സോ 10 + 2 is 12. 12/2 എന്ന് പറയുമ്പോഴത്തേന് 12/7 എന്ന് പറയുമ്പോൾ ഇവിടെ 5 ആണ് റിമൈൻഡർ വരുന്നത് അല്ലേ? ഇനി ഫ്രൈഡേ എന്ന് പുറകോട്ട് 5 ഓക്കെ. ഫ്രൈഡേ എന്ന് പുറകോട്ട് പോയാൽ തേഴ്സ്ഡേ, വെനസ്ഡേ, Tuesday, Monday, Sunday. So this day will be Sunday. Friday -5 ചെയ്താൽ മതി നമുക്ക്. ഫ്രൈഡേ പുറകോട്ട് പോവുക, 5ാം പക്കം ആരാണെന്ന് നോക്കുക. തേഴ്സ്ഡേ, വെനസ്ഡേ, ട്യൂസ്ഡേ, മൺഡേ, സൺഡേ. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. സോ പുറകോട്ട് പോകുമ്പോഴും മുമ്പോട്ട് പോകുമ്പോഴും ഒക്കെ ഒരേ കൺസെപ്റ്റ് തന്നെയാണ്. അതൊന്ന് മനസ്സിൽ വെക്കുക. സോ ഞാൻ പറഞ്ഞ പോലെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ട ലോജിക്കൽ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിക്കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്രയും മതി. ഇത്രയുമാണ് ലോജിക്ക്. ഏതൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരികയാണ് 1967 ഓഗസ്റ്റ് 12 ഇത് ഏത് ദിവസമായിരുന്നു? ഏത് ഡേയിലാണ് ഈ ദിവസം വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഏത് ദിവസമാണ് ആ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് അന്നത്തെ ഡേറ്റ് വെച്ച് ഇത് പുറകോട്ട് നമ്മൾ ഇപ്പൊ ചെയ്ത ഓഡിയൻസ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും, ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും. പക്ഷേ ഇറ്റ് വിൽ ടേക്ക് 2 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 4 ചിലപ്പോൾ ഒരു 5 മിനിറ്റ്സ് ചിലപ്പോൾ എടുത്തുനിന്നിരിക്കാം.
അത്രയും എടുത്താൽ അത്രയും സ്ട്രെയിൻ എടുത്ത് നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരേ മാർക്ക് നമുക്കൊരു ചെറിയ ഷോർട്ട് കട്ടിലൂടെ കിട്ടിയാൽ പുളിക്കത്തില്ല അല്ലേ, നമുക്ക് കൂടുതൽ മധുരിക്കത്തേയുള്ളൂ. അതേ സംഗതി തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ കുറച്ച് കൺസെപ്റ്റോടെ പഠിക്കണം. ഇവിടെ ഒരു 3 ടേബിൾ ഞങ്ങൾ തരും. 3 ടേബിൾ ഞാനങ്ങ് തരും. ആ ടേബിൾ അങ്ങ് പഠിക്കും. അത് പഠിക്കാനുള്ള എളുപ്പ വഴി ഞാനങ്ങ് പറഞ്ഞുതരും. ഓക്കെ, പരിപാടി കഴിഞ്ഞല്ലോ. സോ ആദ്യത്തെ ടേബിള് കലണ്ടറിന്റെ മന്തിന്റെ കോഡാണ്. ഓക്കെ, കലണ്ടറിന്റെ മന്തിന്റെ കോഡാണ്. ഇനി ഇത് എങ്ങനെ ഉപയോഗിക്കും എന്നുള്ളത് അടുത്ത ഘട്ടമാണ്. കാണാതെ പഠിക്കാനുള്ള സംഗതികൾ എങ്ങനെ കാണാതെ പഠിക്കാം എന്ന് ഞാൻ ആദ്യം പറയാം. നമുക്ക് അങ്ങനെ കാണാതെ പഠിക്കാം. കാണാതെ പഠിച്ചതിന് ശേഷം ആ പഠിച്ച സാധനം എങ്ങനെ ഉപയോഗിക്കാം എന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഞാൻ ഉണ്ടപ്പം ഒരു ടെൻഷനും ഇല്ല. ഒരു നോർമൽ ഇയർ എടുക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ മന്ത് കോഡ് 144025036 സ്വന്തം മൊബൈൽ നമ്പർ അല്ലാതെ മറ്റൊരാളുടെ മൊബൈൽ നമ്പർ ഇപ്പൊ നമുക്ക് ആർക്കും ഓർമ്മ കാണില്ല. സോ അങ്ങനെ ഇരിക്കെ ഇത്രയും നമ്പർ അങ്ങനെ ഓർത്ത് വെക്കും എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും പറ്റും. ഇതിനെ 3 ഡിവൈഡ് ചെയ്യുക. ഓക്കെ, 144 എന്ന് പറഞ്ഞാൽ ആരുടെ സ്ക്വയറാ? 144 എന്ന് പറഞ്ഞാൽ ആരുടെ സ്ക്വയറാ? 12ന്റെ സ്ക്വയർ. 25 എന്ന് പറഞ്ഞാൽ ആരുടെ സ്ക്വയറാ? 5ന്റെ സ്ക്വയർ. 36 എന്ന് പറഞ്ഞാൽ ആരുടെ സ്ക്വയറാ? 6ന്റെ സ്ക്വയർ. 146 ആരുടെയും സ്ക്വയർ അല്ല. പക്ഷെ നമുക്ക് എങ്ങനെ എഴുതാം? 12 സ്ക്വയർ പ്ലസ് 2 എന്ന് എഴുതിക്കൂടെ? അപ്പൊ ഇവനാണ് നമ്മുടെ ഷോർട്ട് കട്ടിനെ ഓർത്ത് വെക്കാനുള്ള മറ്റൊരു ഷോർട്ട് കട്ട്. ഓക്കെ, ഷോർട്ട് കട്ടിനെ ഓർത്ത് വെക്കാനുള്ള മറ്റൊരു ഷോർട്ട് കട്ട് 144 വിച്ച് ഇസ് 12 സ്ക്വയർ അല്ലേ? 144 5 അപ്പൊ ഇത്ര എടുത്താൽ മതി. 12 സ്ക്വയർ 5 സ്ക്വയർ 6 സ്ക്വയർ 12 സ്ക്വയർ പ്ലസ് 2 ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേബിൾ കാണാതെ പഠിക്കാമല്ലോ ഈ സിമ്പിൾ ആയിട്ട്. ഓക്കെ, നമ്മളിപ്പോൾ സംസാരിച്ചത് നോർമൽ ഇയറിനാണ്. ഇനി ലീപ്പ് ഇയർ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഒരു ചെറിയ ചേഞ്ച് മാത്രമാണ്. ജാനുവരിയിലും ഫെബ്രുവരിയിലും മാത്രം ഒരു ചേഞ്ച് വരും. നമ്മൾ എന്ത് ചെയ്താൽ മതി? സബ്ട്രാക്ട് ചെയ്താൽ മതി. 1 സബ്ട്രാക്ട് ചെയ്താൽ മതി. ജാനുവരി 0യും ഫെബ്രുവരി 3യും ആകും. ബാക്കി അതുപോലെ തന്നെ 402 എന്ന് പറഞ്ഞ അതേ സെറ്റപ്പ് തന്നെ. ആകെ ചേഞ്ച് വരുന്ന എവിടെയാണ്? ജനുവരിയിലും ഫെബ്രുവരിയിലും. അപ്പോ ഒരു കാര്യം മനസ്സിലാക്കുക, ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പ് ആ ഇയർ നമ്മൾ എടുക്കുന്ന ഇയർ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ഇയർ ലീപ്പ് ഇയർ ആണോ അതോ നോർമൽ ഇയർ ആണോ എന്ന് മനസ്സിലാക്കുക. ലീപ്പ് ഇയർ ആണെങ്കിൽ ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ജനുവരിയിലും ഫെബ്രുവരിയിലും നമ്മൾ 1 സബ്ട്രാക്ട് ചെയ്താൽ മതി. ബാക്കിയെല്ലാം അത് അതേപോലെ തന്നെ ഇരിക്കും. മാർച്ച് മുതൽ ഡിസംബറിന് വരെ യാതൊരു മാറ്റവും ഇല്ല. ഓൺലി ചേഞ്ച് അവിടെ വരുന്നത് ജനുവരിയിലും ഫെബ്രുവരിയിലും മാത്രമാണ് കേട്ടോ. ഇനി ഡേ കോഡ് നമ്മൾ സാറ്റർഡേ എന്ന് വെച്ചങ്ങ് തുടങ്ങും. സൺഡേ ആണ് പൊതുവെ ഒരു വീക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ഇവിടെ സാറ്റർഡേ ആണെന്ന് കരുതുക. സാറ്റർഡേക്ക് 0, പിന്നെ ബാക്കിയുള്ളവർക്ക് 1 2 3 4 5 6 ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഇനി വരുന്നത് ഇയർ ആണ്. ഇയർ കണ്ടോ? ഇപ്പോൾ നമ്മൾ 2000 അല്ലേ? 2000 ഡീക്കേഡിലല്ലേ? സോ അവിടെ 6 ആണ്. തൊട്ട് പുറകോട്ട് 0, തൊട്ട് പുറകോട്ട് 2, തൊട്ട് പുറകോട്ട് 4. ഇവിടെ കണ്ടോ 6. ഇവിടെ ബേസിക്കലി എന്താ? ഇതൊരു ഏതാണ്ടൊരു AP ആണ് അല്ലേ? 2 വെച്ച് കോമൺ ഡിഫറൻസ് -2 ആണ്. 6 4 2 0. വീണ്ടും സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. വീണ്ടും ഇത് 6 4 2 എന്ന് വെച്ചങ്ങ് പോകും അല്ലേ? സോ നിങ്ങളിപ്പോൾ പൊതുവെ ക്വസ്റ്റ്യൻസ് വരുന്നത് 1990s 2000 ആണ്. വല്ലപ്പോഴും ആയിരിക്കും 1800 ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. സോ അതൊരു ടെൻഷൻ എടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 4 2 0 6 എന്ന് എഴുതുക. 6 ആരാണ്? 6 നമ്മുടെ ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന സെഞ്ചുറിയാണ്. വിച്ച് ഇസ് 2002 2099. തൊട്ട് മുമ്പത്തേത് 1900 to 1999. തൊട്ട് മുമ്പത്തേത് 1800 to 1899. അതിന് തൊട്ട് മുമ്പത്തേത് 1700 to 1799. ഇത് ഓർക്കാൻ വലിയ പാടൊന്നുമില്ലല്ലോ. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ആരും എന്താണെന്ന് നമുക്കറിയാം. ഇതൊരു സൈക്കിളാണ്. 4 2 6. അടുത്തത് എന്ത് വരും? അടുത്തത് വീണ്ടും 4 വരും. അതായത് 2100 to 2199 ചോദിക്കുകയാണെങ്കിൽ അത് എത്ര വരും? അത് 4 വരും. സോ ഇതൊരു സൈക്കിൾ റിപ്പീറ്റ് ചെയ്യുന്നു എന്നങ്ങ് ഓർത്താൽ മതി. മനസ്സിലായല്ലോ? ഡൗട്ടൊന്നുമില്ലല്ലോ? ക്ലിയർ ആണല്ലോ? ഇത് നമുക്ക് ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. 10 May 2007 ആണ് പറഞ്ഞേക്കുന്നത് അല്ലേ? അത് അതുപോലെ അങ്ങ് എഴുതുക. 10 May 2007. നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞുതരാം കേട്ടോ. ഫസ്റ്റ് സ്റ്റെപ്പ് 10നെ 7 കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്യുക. 10നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതിൻ്റെ റിമൈൻഡർ എഴുതുക. ഇതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പ്. ഓക്കെ, ഇത് ഞാൻ ഇവിടെ ഒരു ബോക്സിലിട്ടെന്ന് മാത്രമേ ഉള്ളൂ, നിങ്ങൾക്കൊന്ന് ഓർക്കാൻ വേണ്ടി കേട്ടോ. ഇനിയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ അങ്ങനെ ഇടാൻ പോണില്ല. ഓക്കെ, അപ്പോൾ ഓർത്ത് വെക്കുക. ആദ്യം ഞാൻ എന്ത് ചെയ്തു? 10നെ 7 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് എൻ്റെ റിമൈൻഡർ അങ്ങ് എഴുതാൻ പോവുകയാണെ. റിമൈൻഡർ എത്രയാണ്? 3. മെയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ എത്രയായിരുന്നു? മെയ്യുടെ കറസ്പോണ്ടിങ് നമ്പർ 2 ആണ്. 0 2 5. മെയ്യുടെ കറസ്പോണ്ടിങ് നമ്പർ 2 ആണ്.
ആദ്യത്തെ 1-2 ക്വസ്റ്റൊക്കെ നിങ്ങൾ തിരിച്ചു നോക്കിക്കോ, പ്രശ്നമൊന്നുമില്ല. പിന്നെ നമുക്കത് കാണാപ്പാടം പഠിക്കണം, എന്നാലേ നമുക്ക് പടപടാന്ന് ക്വസ്റ്റ്യൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. 2 ഇനി 2000 ആണ് കേട്ടോ. 2000 പ്ലസ് 7 ആണല്ലോ 2007. സോ 2000 വരുന്നത് എത്രയാണ്? 6 ആണ് അല്ലേ? ഞാൻ കുറച്ചും പറഞ്ഞിരുന്നു 6 ആണ്. 6 ആണ്. സോ ഇവിടെ 6 അങ്ങ് എടുക്കുക. ഇനി ഇവിടെ മാത്രമാണ് ചെറിയൊരു സംഗതി ഉള്ളത്. ഇത്രയും നേരത്തെ നമ്മൾ 2 എണ്ണം ഓരോരോ ഓപ്ഷൻസാണ്. ഇവിടെ 2 ഓപ്ഷൻസ് വരും. അതായത് ഫസ്റ്റ് ഓപ്ഷനിൽ നമ്മൾ 4 വെച്ച് അങ്ങ് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് അവൻ്റെ കോഷ്യൻ്റ് അങ്ങ് എഴുതുക കേട്ടോ. 4 വെച്ച് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് അവൻ്റെ കോഷ്യൻ്റ് 7നെ 4 വെച്ച് ഡിവൈഡ് ചെയ്താൽ കോഷ്യൻ്റ് എത്രയാണ്? കോഷ്യൻ്റ് 1 ആണ് അല്ലേ? 4 × 1 = 4, റിമൈൻഡർ 3. ഫർദർ ഡിവൈഡ് ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. ഇനി അടുത്തത് നമ്മൾ എന്ത് ചെയ്യുക? 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് നമ്മൾ നേരത്തെ കണ്ടതുപോലെ റിമൈൻഡർ അങ്ങ് എഴുതുക. ഒരിടത്ത് കോഷ്യൻ്റ് 4 വെച്ച് ഡിവൈഡ് ചെയ്ത് കോഷ്യൻ്റ് എഴുതുക, 7 വെച്ച് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ അങ്ങ് എഴുതുക. എത്രയാണ് റിമൈൻഡർ വരുന്നത്? റിമൈൻഡർ വരുന്നത് 0. ഓക്കെ ആണല്ലോ. ഇനി ഇവന്മാരെല്ലാം കൂടെ ആഡ് ചെയ്താൽ മതി. 3 + 2 3 + 2 എത്രയാണ്? 5 5 + 2 11 അല്ലേ? 11 + 2 11 + 2 എത്രയാണ്? 11 + 1 11 + 1 12 12 + 0 12 ആണ് അല്ലേ? സോ ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? 12 ആണ് ടോട്ടൽ ഓർഡർ ആയിട്ട് കിട്ടിയത്. 12/7. റിമൈൻഡർ എത്രയാണ്? റിമൈൻഡർ 5 ആണ്. നമുക്ക് കുറച്ച് മുമ്പ് ഡേ എടുത്തില്ലേ? ആ ഡേയിൽ 5 വരുന്നത് ആരുടെയൊപ്പമാണ്? തേഴ്സ്ഡേക്കൊപ്പമാണ്. അങ്ങനെയാണ് എങ്കിൽ 10th May 2007 വിൽ ബി തേഴ്സ്ഡേ. ഉഷാറായില്ലേ? നമുക്ക് 2 മിനിറ്റ് എടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാൻ, 1 മിനിറ്റ് പോലും നമുക്ക് വേണ്ട ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ. വിത്തിൻ 30 സെക്കൻഡ്സ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ ആണല്ലോ? സംഗതി കത്തിയില്ലേ? നമുക്ക് ഒരു എക്സാമ്പിളോടെ ചെയ്യാം. കണ്ടോ, മനസ്സിലാക്കിക്കോ. 15th October 1931. ഇത് ആരുടെ ബർത്ത്ഡേ ആണെന്ന് ആർക്കെങ്കിലും അറിയാമോ? ഇത് ആരുടെ ബർത്ത്ഡേ ആണെന്ന്, ഈ ഡേറ്റിൻ്റെ റെലവൻസ് എന്താണെന്ന് ആർക്കെങ്കിലും അറിയാമോ? 15 October 1931. ഇത് APJ അബ്ദുൾ കലാമിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. നമ്മളിത് വേൾഡ്സ് സ്റ്റുഡൻസ് ഡേ ആയിട്ട് നമ്മൾ കരുതുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ തുടങ്ങാൻ പോവാണ് കേട്ടോ. 15 നമ്മൾ 7 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു, റിമൈൻഡർ 1. ഒക്ടോബറിൻ്റെ കറസ്പോണ്ടിങ് നമ്പർ 146 ആണ് അവസാനം വരുന്നത് കേട്ടോ. 144 + 2 146. ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഒക്ടോബർ 1, നവംബർ 4, ഡിസംബർ 6. കത്തിയില്ലെങ്കിൽ തിരിച്ചു നോക്കിക്കോ. ഓക്കെ, ഫൈൻ. 19 കറസ്പോണ്ടിങ് 1900 സെഞ്ചുറിയിൽ നമുക്ക് എത്രയാണ്? 0 ആണ് വരുന്നത് അല്ലേ? 0 കറസ്പോണ്ടിങ് 0 അല്ലേ? വളരെ സിമ്പിൾ. ദെൻ 31 2 ഓപ്ഷൻ അല്ലേ? ഒന്ന് 4 വെച്ച് ഡിവൈഡ് ചെയ്ത് കോഷ്യൻ്റ് എഴുതണം. 4 വെച്ച് ഡിവൈഡ് ചെയ്ത കോഷ്യൻ്റ് അല്ലേ? സോ 7 × 4 = 28. സോ 7 ആണ് കോഷ്യൻ്റ്. ഇനി 7 വെച്ച് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ എഴുതണം. 7 വെച്ച് നമ്മൾ 31 ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 3 ആണ്. 28 അല്ലേ? 28 + 3. സോ ഇതെല്ലാം നമ്മൾ ഇനി ആഡ് ചെയ്താൽ മതി. 7 + 3 10 10 + 2 വീണ്ടും അല്ലേ? 10 12 വരുന്നു. 12/7 വിൽ ബി തേഴ്സ്ഡേ. അപ്പോൾ 15th October 1931 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ദിവസമാണ്? തേഴ്സ്ഡേ. എത്ര കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് ഉത്തരം പറയാൻ പറ്റും? തേഴ്സ്ഡേ. ഇതാണ് കൺസെപ്റ്റ്. എപ്പോഴും ഇതേപോലെ തന്നെ ക്വസ്റ്റ്യൻ വരണമെന്നില്ല. ഓക്കെ, നമ്മൾ ആദ്യം പഠിച്ച കൺസെപ്റ്റ് വെച്ച് ചെയ്യാൻ പറ്റുന്ന ഈസി ക്വസ്റ്റ്യൻസ് വരാം. സോ അതുകൊണ്ട് ഷോർട്ട് കട്ട് മാത്രം പഠിച്ചിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുമോ? ചിലപ്പോൾ അതും പറ്റത്തില്ല, അതും പാടായിരിക്കും. സോ സംഗതി കിട്ടിയില്ലേ? ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ എടുക്കുക, അത് ഏത് ദിവസമാണെന്ന് കണ്ടെത്തുക. നിങ്ങൾക്ക് സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് കണ്ടുപിടിക്കുക. നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഡേറ്റ് ഓഫ് ബർത്ത് ചോദിച്ച് മനസ്സിലാക്കുക, എന്നിട്ട് അവരുടെ ഡേറ്റ് കണ്ടുപിടിക്കുക. അങ്ങനെ ഇതൊരു ഫൺ രീതിയിൽ ഒരു 4-5 ക്വസ്റ്റ്യൻസോടെ നിങ്ങൾ സ്വയം കണ്ടെത്തി ചെയ്യുക. ഒരു ഹോംവർക്ക് ഞാൻ ഈ വീഡിയോയുടെ കൂടെ തന്നിട്ടുണ്ട്, അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ തന്നെ നിങ്ങൾ തന്നെ ഒരു 3-4 ഡേറ്റ് ഓഫ് ബർത്ത് തപ്പി പിടിച്ചെടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ആകാം, നിങ്ങളുടെ സിബ്ലിങ്സിൻ്റെ ആകാം, നിങ്ങളുടെ ഫാദർ, മദർ, ഗ്രാൻഡ് ഫാദർ, ആരുടെ വേണമെങ്കിലും ആയിക്കോ. പക്ഷേ ഒരു 5-6 അങ്ങ് ചെയ്യുക ഇതേ കൺസെപ്റ്റിൽ. അപ്പം സിമ്പിളായിട്ട് ഉത്തരത്തിലെത്തിക്കാൻ സാധിക്കും. ഞാൻ നേരത്തെ സംസാരിച്ച പോലെ 4 ടേബിൾ പഠിക്കാൻ പറയണം അല്ലേ? ഏതൊക്കെ ടേബിളാണ്? ഒന്ന് ഏതൊക്കെ സമയത്താണ് കലണ്ടർ റിപ്പീറ്റ് ചെയ്യുന്നത് എന്നുള്ള ടേബിൾ. പിന്നെ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ടേബിളുണ്ട്, 3 ടേബിൾ. അതിലൊരു ടേബിൾ ഡേയുടെ ടേബിളാണ്. അത് വളരെ സിമ്പിളാണ്, അത് കാര്യമായിട്ട് കാണാതെ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. അതുപോലെ ബാക്കി 2 ടേബിളിൻ്റെയും ഷോർട്ട് കട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പഠിച്ചു മനസ്സിലാക്കി എൻ്റെ കൂടെ ഈ ക്ലാസ്സിൻ്റെ അവസാനം വരെ ഇരുന്നിട്ടുണ്ട് എങ്കിൽ ഞാൻ ഒരു കാര്യം ഉറപ്പ് തരാം, നിങ്ങൾക്കൊരു മാർക്ക് കൺഫേം ആണ്. ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിലും കലണ്ടറിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഒരു മാർക്ക് ഉറപ്പാണ്. അതിന് എൻ്റെ ഗ്യാരണ്ടി. ഫൈൻ. സോ ഇതാണ് നമ്മുടെ കലണ്ടർ ക്ലാസ്. ഇനി മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും കാണാം. സോ താങ്ക്സ്.